2016 ശാരീരിക വൈകല്യമുള്ളവരുടെ അവകാശ നിയമമനുസരിച്ച് നിയോഗിക്കപ്പെട്ട അധികാരികളിൽ നിന്നും ബെഞ്ച്മാർക്ക് വൈകല്യ സർട്ടിഫിക്കറ്റ് നേടിയ ഏതാനും വ്യക്തികൾ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജികൾ സമർപ്പിക്കുകയുണ്ടായി. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായി സംസ്ഥാന മെഡിക്കൽ ബോർഡ് നടത്തിയ മൂല്യനിർണ്ണയത്തിൽ വൈകല്യമുള്ളവരുടെ വിഭാഗത്തിൽ അപേക്ഷിക്കുന്നതിന് ഹർജിക്കാർ അർഹരല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ശാരീരിക വൈകല്യമുള്ളവരുടെ അവകാശ നിയമത്തിലെ 57-ാം വകുപ്പ് പ്രകാരം അവരുടെ യോഗ്യത പുനഃപരിശോധിക്കുവാൻ എൻട്രൻസ് എക്സാമിനേഷൻ കമ്മീഷണറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിയോഗിക്കപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റുകളെ തള്ളിക്കളയുന്ന സംസ്ഥാന മെഡിക്കൽ ബോർഡിന്റെ മൂല്യനിർണ്ണയത്തിന്റെ നിയമവശം ഹൈക്കോടതി വിലയിരുത്തുകയുണ്ടായി. 2016 നിയമം ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾക്ക് സർട്ടിഫിക്കറ്റ് പ്രദാനം ചെയ്യുന്നതാണ്. അതോടൊപ്പം സർട്ടിഫിക്കറ്റ് നൽകുന്ന അധികാരികളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അത് തിരുത്തുന്നതിനുള്ള പരിഹാരമാർഗവും നിയമത്തിൽ പറയുന്നുണ്ട്. നിയമം നൽകുന്ന പ്രയോജനത്തെ പ്രോസ്പെക്ട്സിലെ വ്യവസ്ഥകൾ മൂലം ഇല്ലാതാക്കാൻ കഴിയില്ല. സംസ്ഥാനത്തിന് വേണമെങ്കിൽ ഒരു ഏകീകൃത നടപടിക്രമത്തിലൂടെ നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള പ്രവേശനം നടത്താവുന്നതാണ്. സംസ്ഥാനത്തിന് വേണമെങ്കിൽ നിയമത്തിലെ 57-ാം വകുപ്പ് പ്രകാരമുള്ള ഒരു വിജ്ഞാപനത്തിലൂടെ സംസ്ഥാന മെഡിക്കൽ ബോർഡിനെ വൈകല്യത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകാൻ നിയോഗിക്കാവുന്നതാണ്. മെഡിക്കൽ പ്രവേശനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ഒരു സംസ്ഥാന മെഡിക്കൽ ബോർഡിനെ മാത്രം നിയോഗിച്ചാൽ അത് ഏകത ഉറപ്പുവരുത്തുന്നതിനും ഭാവിയിലുണ്ടായേക്കാവുന്ന പൊരുത്തക്കേടുകൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നതാണ്. ചുരുക്കിപ്പറഞ്ഞാൽ, കേരള ഹൈക്കോടതിയുടെ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് അദ്വൈത എസ് കേസിൽ 2024 KHC ഓൺലൈൻ 1422 പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം 2016 ശാരീരിക വൈകല്യമുള്ളവരുടെ അവകാശ നിയമമനുസരിച്ച് നിയമപരമായി നിയോഗിക്കപ്പെട്ട അധികാരികളിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.